നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോണത് യുവജനങ്ങളുടെ ഹൃദയം കവർന്ന ഇത്രയും ജനപ്രീതി നേടിയ ഒരു ആർട്ടിസ്റ്റ് വേറെ ഉണ്ടാവുമോ എന്നുള്ള കാര്യം സംശയം. സിൽക്ക് സ്മിത. ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 64 വയസ്സായതിനെ സിൽക്ക് സ്മിത ഇപ്പോൾ ജീവിച്ചിരുന്നെങ്കിൽ 1960 ഡിസംബർ 2-ാം തീയതിയാണ് സ്മിത ജനിക്കുന്നത്. ആന്ധ്രാപ്രദേശിലെ എലൂർ എന്ന ഒരു ഗ്രാമത്തിലാണ്. അവിടെ ചെന്ന് നമുക്ക് ട്രെയിൻ ഇറങ്ങേണ്ടത്. എലൂർ എന്ന ഗ്രാമത്തിൽ ട്രെയിൻ ഇറങ്ങി കഴിഞ്ഞാൽ അവിടെ നിന്ന് ഒരു 10 കിലോമീറ്റർ ഉണ്ട് കോവാളി എന്ന് പറഞ്ഞൊരു ഗ്രാമത്തിലേക്ക്. ആ കോവാളി എന്ന ഗ്രാമത്തിലാണ് യുവജനങ്ങളുടെ ഹൃദയം കവർന്ന, പെണ്ണുങ്ങളിൽ പെണ്ണായ, പെണ്ണുങ്ങൾ പോലും അസൂയപ്പെട്ടു പോകുന്ന സുന്ദരിയായ സിൽക്ക് സ്മിത ജനിച്ച നാടാണത്. അപ്പോൾ ഇപ്പോൾ 64 വയസ്സുണ്ടെങ്കിൽ ഇപ്പോഴും സിൽക്ക് സ്മിത സുന്ദരിയായിരുന്നു. നിറത്തിലൊന്നല്ല കാര്യം. സിൽക്ക് സ്മിത ഇംഗ്ലീഷുകാരെ പോലെ എടുത്തിട്ടൊന്നല്ല, ഇരുനിറാണ്. പക്ഷേ ശരീരത്തിലെ ഓരോ അവയവങ്ങളും ദൈവം അറിഞ്ഞു കൂട്ടി കൊടുത്തതാണ്. ആ നാട്ടിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്മിത ജീവിക്കുന്ന കാലത്തും ഒരുപാട് ആണുങ്ങളുടെ കമൻറ്റും പരിപാടിക്ക് ചോദിക്കലും ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ സിൽക്ക് സ്മിതയുടെ അച്ഛനമ്മ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു കമ്പനി ഉണ്ട്, അവിടെ ജോലിക്ക് പോകും. ഇവളാണ് വീട്ടിൽ ഒറ്റയ്ക്ക് ഉണ്ടാവുക. അപ്പോൾ പല ശല്യങ്ങളും അന്നേ ഉണ്ടായിട്ടുണ്ട്. സിൽക്ക് സ്മിതയ്ക്ക് എന്താണ് ആഗ്രഹം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് ആരെങ്കിലും എവിടുന്ന് ഈ കുടുംബത്തിൽ നിന്ന് ഈ നാട്ടിൽ നിന്നൊന്ന് രക്ഷപ്പെടണം. അതാണ് സിൽക്ക് സ്മിതയുടെ ഏറ്റവും വലിയ ആഗ്രഹം. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് പിള്ളേരെ ശല്യം കൊണ്ടാണ് ഈ അച്ഛനമ്മ എന്നുണ്ടായി ഇവളുടെ കല്യാണം കഴിക്കുന്നത്. 16 വയസ്സാവണതിന് മുമ്പ് തന്നെ കല്യാണം കഴിച്ച് വിടുക. ഒന്ന് ആലോചിച്ച് നോക്കുക. ആ കല്യാണം കഴിച്ച് വിട്ട വീട്ടിൽ ഒരു ഡോക്ടറാണ്, ഒരു ആയുർവേദ ഡോക്ടർ എന്താണ്, പക്ഷെ ഒരുപാട് ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടും അവിടെ അനുഭവിക്കേണ്ടി വന്നു. അവിടെ നിന്നാണ് സിൽക്ക് സ്മിത ഒളിച്ചോടുന്നത്. അവിടെ നിന്നാണ് നമ്മുടെ നായികരെ കഥ തുടങ്ങുന്നത്. സിൽക്ക് സ്മിത അവിടെ നിന്ന് ഒളിച്ചോടി ചെന്നൈയിലെത്തുന്നു. ചെന്നൈയിലെത്തിയിട്ട് അവിടെ ഒരു ഉൾഗ്രാമത്തിൽ താമസം തുടങ്ങുന്നു. അവിടെ കുറച്ച് പരിചയക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഈ ഒരു മാവ് കമ്പനിയിൽ, നമ്മുടെ ഇഡ്ഡലി ദോശയ്ക്കൊക്കെ ഉണ്ടാകുന്ന ഒരു മാവ് കമ്പനിയിൽ ജോലിക്ക് കയറണം. അപ്പോൾ ആ മാവ് കമ്പനിയിൽ ജോലിക്ക് കയറുമ്പോൾ അതേപോലെ തന്നെ അവിടുന്ന് മാവ് കൊണ്ടുപോയിട്ട് പല വീടുകളിലും സിൽക്ക് സ്മിത വിൽക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയും കമ്മീഷൻ കിട്ടും. അപ്പോൾ അതും കൂടി സിൽക്ക് സ്മിത ചെയ്തു തുടങ്ങുന്നു. അപ്പോൾ അങ്ങനെ ആ പരിചയമാണ് ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ വീട്ടിൽ ഈ മാവ് കൊടുക്കാറുണ്ട്. അപ്പോൾ മേക്കപ്പ് ആർട്ടിസ്റ്റ് നോക്കിയപ്പോൾ ഇവൾ കാണാൻ നല്ല ഭംഗിയുള്ള നല്ല കറുത്ത സുന്ദരിയാണ്. അങ്ങനെയാണ് ആ മാവ് കമ്പനിയിലത്തെ ജോലി വേണ്ടാന്ന് വെച്ചിട്ട് ഈ മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ അസിസ്റ്റൻ്റായിട്ട് പോയത്. അങ്ങനെ സെറ്റുകളിൽ നിന്ന് സെറ്റുകളിലേക്ക് അങ്ങനെ ആ ജീവിതം സിൽക്ക് സ്മിതയ്ക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അങ്ങനെ നിൽക്കുമ്പോഴാണ് വിനു ചക്രവർത്തി എന്ന് പറഞ്ഞ മരിച്ചുപോയി അദ്ദേഹം സിൽക്ക് സ്മിതയെ കണ്ടെടുക്കുന്നത്. വണ്ടിച്ചക്രം എന്ന് പറഞ്ഞൊരു സിനിമയിൽ ആദ്യമായിട്ട് സിൽക്ക് സ്മിത അഭിനയിക്കുന്നത്. പിന്നെ കുര്യൻ വർണ്ണശാല അദ്ദേഹമാണ് പിന്നെയുള്ള മലയാളത്തിലുള്ള ഏറ്റവും വലിയ ബ്രേക്ക് കൊടുത്തത്. അങ്ങനെ സിൽക്ക് സ്മിത നമ്മളാരും ചിന്തിക്കാത്ത രീതിയിൽ വളർന്ന് വലിയ വടവൃക്ഷമായിട്ട് മാറി. സിൽക്ക് സ്മിത ഇല്ലാണ്ട് ഒരു സിനിമയില്ല എന്നുള്ള നിലയിൽ, അതിലൊരു ഐറ്റം ഡാൻസ് ഇല്ലാണ്ട് ഒരു സിനിമയില്ല. പണ്ടത്തെ കാലത്ത് മോഹൻലാലൊക്കെ നല്ല കത്തി നിൽക്കുന്ന സമയത്ത് സിൽക്ക് സ്മിതയുടെ ഒരു ഡാൻസ് കാണും. മോഹൻലാൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പടത്തിൻ്റെ ഷൂട്ടിങ്ങിനാണ്. അപ്പോൾ സിൽക്ക് സ്മിത എന്താ പറഞ്ഞത്, എനിക്ക് കേരളത്തിൽ വന്ന് ഷൂട്ടിങ്ങിന് ചെയ്യാനായിട്ട് സമയമില്ല, അത്രയും സമയങ്ങൾ എൻ്റെ കയ്യിലില്ല, നിങ്ങൾ മദ്രാസിൽ വന്നാൽ ഞാൻ നിങ്ങൾക്ക് ഡാൻസ് അടി കളിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയും പേരുള്ള മോഹൻലാൽ പോലും ഇവിടുന്ന് ലൊക്കേഷൻ മാറ്റി ചെന്നൈയിൽ പോയി അവിടെ പോയി ആ പാട്ടെടുത്തു എന്നുള്ളതാണ്. അപ്പോൾ സിൽക്ക് സ്മിതയുടെ ഓരോ സമയത്തിനും ലക്ഷങ്ങളുടെ വിലയാണ്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം സിൽക്ക് സ്മിതയ്ക്ക് പൈസ ഉണ്ടാക്കണം എന്നുള്ള വലിയ ആഗ്രഹം. എത്ര കാശുണ്ടായിട്ടും സിൽക്ക് സ്മിത ആ പൈസ ഒന്നും നാട്ടിൽ ഒരു ബ്രദറുണ്ട്, അദ്ദേഹത്തിന് കൊടുക്കുകയോ 10 പൈസ സമ്പാദിക്കുകയോ അദ്ദേഹത്തിന് എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് സഹായിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ആ സഹോദരൻ ഇപ്പോഴും ഉണ്ട്. കോവാളി ഗ്രാമത്തിൽ ഇപ്പോഴും വാടകയ്ക്ക് അദ്ദേഹത്തിൻ്റെ കുടുംബം താമസിക്കുന്നത്.
ആ കോവാളി ഗ്രാമത്തിൽ പണിയെടുത്ത ആ വൃദ്ധൻ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അവൾ ഒരുപാട് ഉയരത്തിലെത്തി. പക്ഷേ അവൾ പെട്ടെന്ന് മരിച്ചു. അവൾക്ക് ബുദ്ധിമോശം നിന്ന് അവൾ മരിച്ചു പോയി. പക്ഷേ ഞങ്ങൾക്ക് അവളെ കൊണ്ട് ഒരു ഉപകാരം ഉണ്ടായിട്ടില്ല. 10 പൈസയ്ക്ക് ഉപകാരം ഉണ്ടായിട്ടില്ല. മരിച്ചിട്ടും ഉണ്ടായിട്ടില്ല, മരിക്കുന്നതിന് മുമ്പും ഉണ്ടായിട്ടില്ല. മരിച്ചിട്ട് പോലും അവളൊരു സ്വർണ്ണാഭരണങ്ങളോ വീടോ മറ്റുള്ള യാതൊരു സ്വത്തുക്കളും ഇവർക്ക് കിട്ടിയിട്ടില്ല. ഇവരിപ്പോഴും വാടകയ്ക്ക് താമസിക്കുന്നത്. അപ്പോൾ ആ ഒരു അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. സിൽക്ക് സ്മിത ഒരിക്കലും ബ്രദറെ സഹായിച്ചിട്ടില്ല. കിട്ടണ കാശ് മുഴുവൻ അടിച്ചു പൊളിച്ച് ജീവിക്കുക. പിന്നെ സിനിമകളൊക്കെ കിട്ടിയിരിക്കുന്ന സമയത്ത് സിൽക്ക് സ്മിത സ്വന്തമായിട്ട് വീടൊന്നും അന്ന് മേടിച്ചില്ല. 5 ലക്ഷം രൂപ വാടകയ്ക്ക് ഒരു വലിയൊരു വില്ലയിലാണെന്ന് താമസം. അത് കഴിഞ്ഞതിന് ശേഷമാണ് സാലിഗ്രാമത്തിലുള്ള വീട് സിൽക്ക് സ്മിത മേടിച്ചത്. പക്ഷേ എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിൽക്ക് സ്മിതേനെ എവിടെ അടക്കം ചെയ്തു എന്നാണ്. സിൽക്ക് സ്മിതയുടെ ബ്രദർ തന്നെ പറയുന്നുണ്ട്, മരിച്ചു എന്ന് പറഞ്ഞുള്ള ഇത് വന്നതോടുകൂടിയിട്ട് ഇവരെല്ലാവരെയും ചെന്നൈക്ക് പോയി. അവിടെ അവർ 10-15 ദിവസം അവിടെ അവർ താമസിച്ചു. അപ്പോൾ ഒരു ചുടലക്കാട്ടിലാണ് ദഹിപ്പിക്കുക ചെയ്തത്. അപ്പോൾ ആ ദഹിപ്പിക്കുക ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് 25-27 കൊല്ലം മുമ്പ് സിൽക്ക് സ്മിതയെ ദഹിപ്പിച്ച രഘു എന്ന് പറഞ്ഞുള്ള ഒരു ശ്മശാനം കാവൽക്കാരുണ്ട്. അദ്ദേഹം സിൽക്ക് സ്മിതയെ ദഹിപ്പിച്ച കാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് പറയുന്നുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിൽക്ക് സ്മിതേനെ നാട്ടിലേക്ക് കൊണ്ടുപോകാൻ വീട്ടുകാർക്ക് തയ്യാറല്ല. ഇവിടെ എവിടെയെങ്കിലും ദഹിപ്പിച്ച് കഴിഞ്ഞിട്ട് ആ ചിതാഭസ്മം കൊണ്ടുപോകാനാണ് അവർക്ക് താല്പര്യം. അപ്പം അത് കൊണ്ടുപോകാനായിട്ട് അവർക്ക് ഇഷ്ടമല്ല. അവൾ ചെന്നൈയിൽ തുടങ്ങി ചെന്നൈയിലെ പുത്രിയാടുന്നു, അത് അവൾ ചെന്നൈയിൽ തന്നെ അവസാനിക്കട്ടെ എന്നാണ് അവരുടെ വിചാരമാണെന്ന്. അങ്ങനെ അപ്പോൾ ABN സ്റ്റുഡിയോയുടെ മുതലാളി അദ്ദേഹമാണ് ആ ശ്മശാനത്തിന് സ്ഥലം കൊടുത്തിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞു, സിൽക്ക് സ്മിത ഏറ്റവും കൂടുതൽ ഡാൻസ് കളിച്ചുള്ളത് എൻ്റെ സ്റ്റുഡിയോയിലാണ്. അതുകൊണ്ട് ഞങ്ങളുടെ ശ്മശാനത്തിൽ തന്നെയാവട്ടെ അവളുടെ അന്ത്യയാത്ര അവിടെ തന്നെ നടക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് അവിടേക്ക് മറവിയാൻ ചെയ്യുന്നത്. അപ്പോൾ ഈ രഘു പറയുന്നുണ്ട്, ശ്മശാന കാവൽക്കാരൻ അന്ന് ഇവിടെ ജനങ്ങളുടെ പ്രളയമായിരുന്നു എന്നാണ് പറയണത്. അപ്പോൾ എവിടെയാണ് ദഹിപ്പിച്ചത് എന്നാണ് ചോദിക്കുന്നത്. ഇപ്പോൾ ആ ശ്മശാനത്തിൽ ഗ്യാസ് കൊണ്ടും കറണ്ട് കൊണ്ടൊക്കെയാണ് ആൾക്കാരെ ദഹിപ്പിക്കുന്നത്. അന്ന് ഗ്യാസും ഇല്ല, കറണ്ടും ഇല്ല, ഒന്നുമില്ല. ആ സമയത്താണ് വിറക് വെച്ചിട്ടാണ് സിൽക്ക് സ്മിതയെ ദഹിപ്പിച്ചത്. ആ സ്ഥലം കാണിച്ചു കൊടുക്കുന്നുണ്ട്. അവിടെയൊക്കെ ഇപ്പോൾ ബിൽഡിങ്ങുകളായി. അപ്പോൾ ഇന്നാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്യാസിലാണ് ചെയ്യുക. പക്ഷെ അന്ന് അത് ദഹിപ്പിച്ച് അവർ വീട്ടുകാർ വന്നപ്പോൾ ഈ രഘു എന്ന് പറഞ്ഞ ആൾ കുടുക്കയിൽ ചിതാഭസ്മം കൊടുത്തു. അവരത് കൊണ്ടുപോയി എന്നാണ് പറഞ്ഞു. പിന്നെ ഒരു അറിവും ഇതിനെ പറ്റിയില്ല. ഈ ശ്മശാനത്തിലാണ് ആത്മഹത്യ ചെയ്ത നമ്മുടെ മലയാള നടി ശോഭ. ആ ശോഭേനെയും ആ ശ്മശാനത്തിൽ തന്നെയാണ് അടക്കം ചെയ്തത്. പക്ഷേ ശോഭയ്ക്ക് അവിടെ അടക്കം ചെയ്താലും അത് ദഹിപ്പിക്കുകയല്ലേ ചെയ്തത്, കുഴിച്ചിടുകയാണ് ചെയ്തത്. അപ്പോൾ അവിടെ ഒരു സ്മാരകം ശോഭയ്ക്കുണ്ട്. പക്ഷേ സിൽക്ക് സ്മിതയ്ക്ക് ഒരു സ്മാരകം പോലുമില്ല. ആയിരക്കണക്കിന് ആൾക്കാർ അവിടെ വന്നിട്ട് എവിടെയാണ് സിൽക്ക് സ്മിതയുടെ കുഴിച്ചിട്ട് അല്ലെങ്കിൽ ദഹിപ്പിച്ച് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടൊരു സ്ഥലം കാണിച്ചു കൊടുക്കാൻ ഈ രഘുവിന് മാത്രമേ പറ്റുള്ളൂ. പക്ഷേ രഘു പറഞ്ഞ് കാണിച്ചു കൊടുക്കുന്ന സ്ഥലത്ത് പുതിയ ബിൽഡിങ്ങുകൾ വെച്ചു. ആ ബിൽഡിങ്ങുകളുടെ ഓരത്ത് ഇവിടെ വെച്ചോണമെന്നാണ് രഘു പറയുന്നത്. അത് മാത്രം നമുക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ. വേറെ ഒരു ദൃശ്യാക്ഷ്യമൊന്നുമില്ല. അപ്പോൾ രഘു എന്ന് പറയാൻ വെച്ചാൽ ഒരുപാട് നടന്മാർ അന്നവിടെ വന്നിരുന്നു, നടികൾ വന്നിരുന്നു, ജൂനിയർ ആർട്ടിസ്റ്റുകൾ കുറേ വന്നിരുന്നു. ഇവിടെ ജനപ്രളയമായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു നടിയുടെ ജനനം മുതൽ മരണം വരെ നമ്മളൊന്ന് കണ്ണോടിച്ചു കഴിഞ്ഞാൽ ഇതിൽ ഈ സിൽക്ക് സ്മിതനെ ഏറ്റവും അധികം ചതിച്ചത്, വഞ്ചിച്ചത് പുരുഷനാണ്. അയാളൊരു ഡോക്ടറാണ്. അദ്ദേഹമാണ് സകല സ്വത്തുക്കളും, സ്വർണം, പൈസ, ബാങ്കിലെ പൈസ, സ്വർണം, വീട് എല്ലാം സ്മിതയിൽ നിന്ന് ഓരോ വ്യാജേന ഓരോ പേരും പറഞ്ഞ് അടിച്ചു മാറ്റിയെടുത്തു. ലാസ്റ്റ് കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞ ആൾ കല്യാണം കഴിക്കാനും തയ്യാറല്ല. സ്മിത ഒരുപാട് ആഗ്രഹിച്ചിരുന്നു എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കല്യാണം കഴിച്ച് ഒരു കുട്ടിയായിട്ട് ഈ ഡാൻസും കാര്യങ്ങളൊക്കെ നിർത്തണം എന്നുള്ളത്. പക്ഷെ അതിനുള്ള യോഗം സിൽക്ക് സ്മിതയുടെ ജീവിതത്തിലില്ല. അത് ഓരോരുത്തരുടെ ജീവിതത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, ജനനം മുതൽ മരണം വരെ അതിങ്ങനെ ആയിരിക്കും എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് സിൽക്ക് സ്മിത എന്ന് പറഞ്ഞൊരു നടി കുറേ നമ്മുടെ യുവജനങ്ങളെ കമ്പിയാക്കാനും ആ പാട്ട് കാണാനും അവളുടെ ശരീരമേനി കാണാനും അതുപോലെ തന്നെ സിൽക്ക് സ്മിതയുടെ ശരീരം ഒരുപാട് ആൾക്കാർ
ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആഗ്രഹിച്ച് ഉണ്ട്. അതുപോലെ തന്നെ കുറേ ആൾക്കാർ, പൈസയുള്ള കുറേ പ്രൊഡ്യൂസർമാർ, പൈസയുള്ളവർ, ഒരുപാട് ആൾക്കാർ സ്മിതയുടെ ശരീരത്തിൻ്റെ സുഖം അനുഭവിച്ചിട്ടുണ്ട്. സിൽക്ക് സ്മിത ഒരുപാട് ആൾക്കാരെ കൂടെ രാത്രി കിടന്നും പരിപാടിക്ക് കൊടുത്തും ഒരുപാട് ആൾക്കാരായിട്ട് ബന്ധപ്പെട്ടിട്ടും പരിപാടി ചെയ്തിട്ടാണ് ഈ നിലയിലെത്തിയത്. അതിന് ഉദാഹരണം ഒരാൾ പറയുന്നുണ്ട്, ഒരു പെണ്ണാണ് പറയണത്. സിൽക്ക് സ്മിത വലിയൊരു റിസോർട്ടിൽ സ്വന്തമായി ഒരു റൂമെടുത്ത ഫ്ലാറ്റിൽ അവർക്ക് സ്വന്തമായിട്ടൊരു സ്വിമ്മിംഗ് പൂള് കിട്ടും. അതിൽ കിടന്ന് കുളിക്കുക. അവിടെ ആർക്കും പ്രവേശനമില്ല. ആ വില്ലയിൽ താമസിക്കുന്ന ആൾക്ക് മാത്രമാണ് ആ സ്വിമ്മിംഗ് പൂൾ. അവിടെ മാസങ്ങളോളം താമസിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സ്മിതയുടെ ഏറ്റവും അടുത്തൊരു കൂട്ടുകാരിനെ അവിടേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, ചേച്ചി എനിക്ക് കുറേ നേരം വർത്തമാനം പറയാനുണ്ട്, അപ്പോൾ അതുകൊണ്ട് നമുക്ക് സ്വിമ്മിംഗ് പൂളിൽ പോയിട്ട് കുളിച്ചിട്ട് വർത്തമാനം പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ സ്വിമ്മിംഗ് പൂളിൽ ഈ കൂട്ടുകാരി ചെന്നപ്പോൾ എന്താ ഉണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിൽക്ക് സ്മിത എല്ലാ ഡ്രസ്സും ഊരിക്കളഞ്ഞിട്ട് ഫുൾ നൈക്കഡായിട്ടാണ് ആ സ്വിമ്മിംഗ് പൂളിൽ നിന്ന് കുളിക്കുന്നത്. ഇത് കണ്ടപ്പോൾ സിൽക്ക് സ്മിതയുടെ ശരീരം കണ്ടപ്പോൾ, അതുപോലെ തന്നെ സിൽക്ക് സ്മിതയുടെ മുല, അതുപോലെ തന്നെ തൊട, അതുപോലെ തന്നെ യോനി, ഇതെല്ലാം ഫുൾ നൈക്കഡായിട്ട് കണ്ടോടുകൂടി ഇതൊരു സ്ത്രീയാണ് ചേച്ചി എന്ന് പറയുന്നത്. ആ സ്ത്രീക്ക് പോലും സിൽക്ക് സ്മിതനെ കെട്ടിപ്പിടിച്ച് പെണ്ണുങ്ങളായിട്ട് പരിപാടി ചെയ്യാൻ ആഗ്രഹം തോന്നുന്ന പറയുന്നത്. സംസാരിച്ച് തുടങ്ങിയപ്പോൾ സിൽക്ക് സ്മിതയോട് പറഞ്ഞു, നീയേ സംസാരം നിർത്ത്, നിന്നെ കണ്ടിട്ട് എനിക്ക് പോലും വികാരം വരുന്നു, അതുകൊണ്ട് നമുക്കൊന്ന് റൂമിൽ പോയി കെട്ടിപ്പിടിച്ച് കിടക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ സിൽക്ക് സ്മിത പറഞ്ഞു, എന്തിനാ റൂമിൽ പോകണം, ഇവിടെ ആരും കാണുന്നില്ലല്ലോ, ചേച്ചിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അതിവിടെ നടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവരന്ന് അവിടെ ബന്ധപ്പെട്ടു എന്നാണ് പറയണത്. അപ്പോൾ അത്രയും പെണ്ണിൽ പെണ്ണായിരുന്നു, പെണ്ണിൻ്റെ പെണ്ണ് തന്നെ ആഗ്രഹിച്ചു പോകുന്ന ഒന്നായിരുന്നു സിൽക്ക് സ്മിതയുടെ ശരീരം. അതുകൊണ്ടാണല്ലോ സിൽക്ക് സ്മിത കോയമ്പത്തൂർ വെച്ചിട്ട് ഒരു പടത്തിൻ്റെ ഷൂട്ടിങ്ങിൽ ഒരു ആപ്പിൾ കടിച്ചപ്പോൾ ആ ആപ്പിൾ ആയിരക്കണക്കിന് രൂപയ്ക്ക് ലേലം വിളിച്ച ഒരാളെടുത്തത്. അപ്പോൾ അതുകൊണ്ടാണ് സിൽക്ക് സ്മിതയെ നമ്മൾ ഇന്നും സ്മരിക്കുന്നത്. ശരിക്കും പറഞ്ഞൊരു പൊട്ടിപ്പെണ്ണാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കഥയില്ലാത്തത്, എന്താരും പറഞ്ഞാലും വിശ്വസിക്കുന്നത്. ഈ ഡ്രസ്സ് ഊരി ഡാൻസ് കളിക്കുന്നതൊക്കെ ഒരുപാട് മടുത്തിട്ടാണ് ഒരു ക്യാരക്ടർ റോളിന് വേണ്ടിയിട്ട് കേരളത്തിൽ പല പ്രൊഡ്യൂസർമാരെയും കൈയും കാലും പിടിച്ചത്. നല്ല ക്യാരക്ടർ റോൾ കിട്ടുകയും ചെയ്തു. പക്ഷെ എന്ത് ചെയ്യാം, ആയുസില്ല. ലോകം മുഴുവൻ നമ്മൾ സ്വന്തമാക്കിയിട്ട് എന്താ കാര്യം, ആയുസില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും. അതൊക്കെ ആ സമയത്ത് നമുക്ക് തോന്നുന്ന ഒരു ദുർബുദ്ധിന്. നമ്മൾക്ക് നമ്മുടെ സമയമായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചിലപ്പോൾ നിന്ന നിപ്പിലൊന്ന് മൂക്കുത്തി വീണ് കഴിഞ്ഞാൽ നമ്മൾ മരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് മരിക്കണമെന്ന് തോന്നുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഒന്ന് സൈക്കിൾ വന്ന് വീണാൽ മതി മരിക്കാനായിട്ട്, സമയമായി. പിന്നെ അവിടെ നമുക്കൊന്നും സമയം കിട്ടില്ല. ഓരോ നിമിഷം നമ്മൾ മരണത്തോട് അടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളൊക്കെ ഞാനൊക്കെ ഇഷ്ടപ്പെട്ട ഒരു നടിയാണ് സിൽക്ക് സ്മിത. സിൽക്ക് സ്മിതയുടെ ശരീരം കണ്ടും സ്മിതയുടെ ഡാൻസുകൾ കണ്ടും ഒരുപാട് കോരിത്തരിച്ചും ഒരുപാട് സ്വയംഭവം ഇതൊക്കെയുള്ള ഒരു വ്യക്തി തന്നെയാണ് നമ്മളും. അതൊക്കെ ഒന്നും പറഞ്ഞത് പൊളിച്ച് വെച്ചിട്ടൊന്നും കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രം. ഇനിയൊരു സിൽക്ക് സ്മിത നമ്മുടെ ഭൂമിയിലുണ്ടാവും എന്നെനിക്ക് ഒരു പ്രതീക്ഷയുമില്ല. ഇതൊക്കെ ലക്ഷക്കണക്കിലോ കോടികളിലോ സംഭവിക്കുന്ന ഒരു പെൺപിറവിയാണത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.